കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നീ പകൽക്കാലം ഈ തിരുവല്ല പട്ടണത്തിൻ്റെ മധ്യത്തിൽ യുണൈറ്റഡ് പെന്തക്കോസ്ത് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സമ്മേളനം ഇത്രയും മനോഹരമാക്കുവാൻ സർവ കൃപാലുവായ ദൈവം ഇടയാക്കി. ഇതിൻ്റെ അധ്യക്ഷൻ, ഇതിൻ്റെ ദേശീയ പ്രസിഡന്റ്, സംസ്ഥാന നേതൃത്വം, കടന്നു വന്ന എല്ലാ ദൈവഭൃത്യന്മാർക്കും ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. ഞാൻ അല്പകാലമായേ ഉള്ളൂ യുണൈറ്റഡ് പെന്തക്കോസ്ത് കൗൺസിലിലേക്ക് കടന്നു വന്നിട്ട്. അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവിൻ്റെ ദാസൻ ബ്രദർ ബാബുജാൻ പറഞ്ഞതുപോലെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യുവാനും അനേക ദൈവദാസന്മാരെ കണ്ടുമുട്ടുവാനും അവരുടെ വിഷമങ്ങളിൽ അവരുടെ ഭാരണങ്ങളൊക്കെയും ഇടപെടുവാൻ എനിക്കിടയായി. എനിക്ക് പറയുവാനുള്ളത്, ഇവിടെ പലരും പല രീതിയിൽ ദൈവദാസന്മാരടക്കം പല കാര്യങ്ങളും നമ്മുടെ പ്രസിഡൻ്റൊക്കെ പറയാനിടയായി. എന്തുകൊണ്ട് പെന്തക്കോസ്ത് സമൂഹം ചവിട്ടി അരയ്ക്കപ്പെടുന്നു? അതിൻ്റെ കാരണം നമ്മൾ തന്നെ. പെന്തക്കോസ്തുകാര് ഇപ്പോഴും എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പട്ടണത്തിൽ, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പേര് പറയുന്നില്ല, കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്നതുകൊണ്ട്, ക്യൂ നിന്നുകൊണ്ട് തലയിൽ തുണിയിട്ടുകൊണ്ട് രാത്രിയുടെ യാമത്തിൽ 500 രൂപ 1000 രൂപ വീതം കൈപ്പറ്റിയ അനേക ദേവദാസന്മാരുള്ള പെന്തക്കോസ്ത്. മനസ്സിലായോ? 500ഉം 1000ത്തിനും വേണ്ടി ഈ കറുത്ത ബൈൻഡിട്ട ബൈബിൾ വിൽക്കുവാനിടയായതാണ് പെന്തക്കോസ്ത് സമൂഹത്തിന് പറ്റിയ ഏറ്റവും വലിയ പരാജയം. നമ്മുടെ ഇരിക്കുന്ന ബൈബിളിന്റെ വില എന്നാണെന്ന് തിരിച്ചറിയാൻ മേലാത്ത പെന്തക്കോസ്ത് പാസ്റ്റർമാരും ദൈവമക്കളോ ഈ നാട്ടിലുള്ളത്. ഈ ലോകത്തിൽ നിന്നല്ല ഒരു ശക്തിക്കും വില പറയാൻ പവറില്ല നമ്മുടെ ബൈബിൾ. പെന്തക്കോസ്ത് സമൂഹത്തെ വില പറയുവാൻ ഒരുത്തനും അതിന് വിളഞ്ഞിട്ടില്ല. പക്ഷേ പെന്തക്കോസ്ത് സമൂഹം കൊണ്ട് വെച്ച് തല വെച്ച് കൊടുക്കുമ്പോൾ അവർ വരും നിസ്സാരന്മാരായിട്ടാണ് നമ്മളെ കാണുന്നത്. എന്തുകൊണ്ടാ ഇപ്പം ബാജാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാ പെന്തക്കോസ്തുകാരെ രാഷ്ട്രീയക്കാർ വരാത്ത? നമ്മളെ സമയമാകുമ്പോൾ അവർ പർച്ചേസ് ചെയ്തോളൂ. നമ്മുടെ നേതൃത്വം ഉണ്ടല്ലോ, IPC, ചർച്ചക്കോട്, ഷാരോണ്, ന്യൂ ഇന്ത്യ ചർച്ചക്കോട്, ഇൻഡിപെൻഡന്റ്, ഇതിനൊക്കെ നേതൃത്വമുണ്ട്. അവരെ കറക്റ്റ് സമയത്ത് അവർ വിളിച്ചോളും, അതിൻ്റെ വീതവും കൊടുത്തോളും. അവർ നല്ല പാക്കറ്റായിട്ട് മേടിച്ച് വായ്പ ഇട്ടിട്ട് അവർക്ക് എല്ലാം ഞങ്ങളുടെ ഇടയിൽ ആടുകൾ ചെയ്തോളൂ എന്ന് പറയും. ഇങ്ങനെ വില പറഞ്ഞ് കാലാകാലങ്ങളായി എണ്ണം പറഞ്ഞ് വില പറയുന്നത് കൊണ്ടാണ് പാസ്റ്റർമാർക്കും പെന്തക്കോസ്തിനും സമൂഹത്തിൽ വിലയില്ലാതെ പോയത്. എന്നാൽ മർത്തോമാ സഭയോ CSI സഭയോ യാക്കോബ സഭയോ നമ്മളെക്കാട്ട് അല്പം കൂടെ മുന്നിൽ നിൽക്കുന്ന കത്തോലിക്ക സഭയോ എന്തേ അവരെ അംഗീകരിക്കുന്നത്? അവർക്ക് സ്ഥാനാർത്ഥിയുണ്ട്, അവർക്ക് പാർലമെന്റ് മെമ്പർമാരുണ്ട്, ഞാൻ പറഞ്ഞ പോലെ PSC ചെയർമാന്മാരുണ്ട്, PSC മെമ്പർമാരുണ്ട്, പലവിധ ഡയറക്ടർ മെമ്പർമാരുണ്ട്. എന്ത് പെന്തക്കോസ്തുകാർക്ക് കിട്ടാത്തത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ വില പറഞ്ഞാൽ കിട്ടും. കാരണം എന്നാന്നറിയോ? 900 പീസായിട്ട് പിരിഞ്ഞിരിക്കുക. മനസ്സിലായോ? നമ്മൾ 1000കണക്കിന് പീസായിട്ട്, കാരണം നമ്മൾ ആരെയും അംഗീകരിക്കത്തില്ലെന്ന് ബാബുജാൻ പറഞ്ഞാൽ ഒന്ന് യോജിക്കുക. നമ്മളൊന്ന് യോജിക്കാൻ തയ്യാറായാൽ, നമ്മളൊന്ന് കൈ കൊടുക്കാൻ തയ്യാറായാൽ പെന്തക്കോസ്ത് സമൂഹത്തെ തപ്പി വരുമെന്ന് രാഷ്ട്രീയക്കാര് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതൊന്ന് നമുക്ക് മാറ്റിയെടുക്കണം. യുണൈറ്റഡ് പെന്തക്കോസ്ത് എന്ന് പറയുന്ന പാറ പോലെ ഉറച്ച പ്രസ്ഥാനം അതിന് കൂടെ ഉണ്ടാവും. നിങ്ങളൊന്ന് തയ്യാറായാൽ മതി. നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ കൂട്ടത്തിലെ കുത്തങ്ങ് നിർത്തണം. IPC-കാരനിട്ട് കുത്തും, ഷാരോങ്കാരനിട്ട് കുത്തും, ന്യൂ ഇന്ത്യയിൽ ജനിച്ചു വളർന്നവനായിട്ട് ന്യൂ ഇന്ത്യക്കാരനിട്ട് കുത്തും. ഈ കുത്തൊന്ന് അവസാനിപ്പീരെ. ഞാൻ വലിയവനാ, നീ വലിയവനാണെന്ന് ആ മനോഭാവം ഒന്ന് മാറ്റി നമുക്ക് ഒന്നിച്ച് നീങ്ങിയാൽ പെന്തക്കോസ്തുകാരെ വായിച്ച് ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനും പോകാൻ പറ്റത്തില്ല. പെന്തക്കോസ്തുകാരനെ കവർ ചെയ്ത് ഒരു രാഷ്ട്രീയക്കാരനോട് മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദയവായിട്ട് എനിക്ക് പറയുവാണ്, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനിയെങ്കിലും
ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കർത്താവിൻ്റെ ദാസന്മാർ പീരുമേട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ നാളുകളായി പരിശ്രമിച്ചതിൻ്റെ ഫലമായി 10-12 പേരടങ്ങിയ ഒരു കമ്മിറ്റി പീരുമേട്ടിലുണ്ടാക്കിയത്. കാരണം പീരുമേട്ടിൽ ഒരു കള്ളനായ ഭാഷ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ യുണൈറ്റഡ് പെന്തക്കോസ്തിനെ വിറ്റു. അതിൻ്റെ ഫലമായി എൻ്റെ കൂടെ നിന്ന് കുഞ്ഞാടുകൾ ചെതറിപ്പോയി. ഇന്ന് ആ പാവങ്ങളോട് പറയുമ്പോൾ ഈ കച്ചവടത്തിന് ഞങ്ങളില്ല, കാശ് മേടിക്കുക, തെമ്മാടിത്തരം കാണിക്കുക. അതുകൊണ്ട് ഈ പരിപാടിക്ക് ഞങ്ങളില്ലെന്ന് ഞാൻ എൻ്റെ ലിസ്റ്റിലിരിപ്പുണ്ട് 86 ഭാഷന്മാരുടെ. അല്ലാതെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഇരിപ്പുണ്ട് അതിൽ കൂടുതൽ വിളിക്കുന്നവരെല്ലാം ഇത് കച്ചവടത്തിനല്ലേ, ആ പരിപാടി ഞങ്ങളില്ല. അതുകൊണ്ട് ഈ പേരുദോഷം നമ്മൾ മാറ്റണം. ദൈവത്തെ ഓർത്ത് നമ്മളെ വില പറയുന്ന പരിപാടി നമ്മൾ നിന്നു കൊടുക്കരുത്. നമ്മൾ ആരാണെന്നും നമ്മളിലുള്ളവൻ ആരാണെന്നും അതാദ്യം മനസ്സിലാക്കി ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ഒന്നായി നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് അവസരമൊരുക്കി തന്ന സ്റ്റേറ്റ് കമ്മിറ്റിയോടും ദേശീയ കമ്മിറ്റിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ബ്രദർ കെ എബ്രഹാം.